ഖുർആനിൽ ഒരുപാട് ആയത്തുകൾ പറയുന്നുണ്ട്. എന്നാൽ മർമ്മപ്രധാനമായ ഒരായത്തേതെന്നറിയോ? ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീഅൽ ഫാഹിഷ ഫില്ലദീന ആമനൂ ലഹും അദാബുൻ അലീമു ഫിദ്ദുനിയാ വൽ ആഖിറ. ഇത് വളരെയേറെ അർത്ഥവത്തായിട്ടുള്ള ഒരായത്താണ്. നമ്മളൊക്കെ എപ്പോഴും കേൾക്കുന്ന ഒരായത്ത്. എന്താണ് ഇതിന്റെ അർത്ഥമെന്നറിയുമോ? ഇന്നല്ലദീന, നിശ്ചയമായിട്ടും ഒരു വിഭാഗം ആളുകൾ, യുഹിബ്ബൂന, അവർക്ക് വല്ലാത്ത ഇഷ്ടമാ, അൻ തശീഅൽ ഫാഹിഷ, ആളുകളെ വലിച്ചു കീറാൻ, ആളുകളെ മോശപ്പെടുത്താൻ, ആളുകളെ മോശമുണ്ടാക്കാൻ ചില ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഉള്ളവരെ പറ്റി അല്ലാഹ് പറയുന്നു, അവരെങ്ങനെയുള്ളവരെന്നറിയുമോ? അവർ നിസ്കരിക്കാത്തവരല്ലല്ലോ, അവർ നോമ്പ് നോക്കാത്തവരല്ലല്ലോ, അവർ സ്വതക്ക ചെയ്യാത്തവരല്ലല്ലോ, അവർ ഹജ്ജ് ചെയ്യാത്തവരല്ലല്ലോ, അവർ ഉംറ ചെയ്യാത്തവരല്ലല്ലോ. ഫില്ലദീന ആമനൂ, അവർ വിശ്വസിച്ചുകൊണ്ട് വന്നവരാണ്, നോമ്പ് നോറ്റവരാണ്, നന്മകൾ ചെയ്തവരാണ്, സ്വതക്കകളുടെ വഴികളിലൂടെ അവർ കടന്നുപോയവരാണ്. അങ്ങനെ ഉള്ളവരെ പറ്റി അല്ലാഹ് പറഞ്ഞ മറ്റൊരു വാക്ക്, അതിന്റെ കൂടെ തന്നെ പറഞ്ഞത്, അല്ലാഹുവേ ലഹും അദാബുൻ അലീമു ഫിദ്ദുനിയാ വൽ ആഖിറ. അങ്ങനെ ഉള്ളവർ നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്നുണ്ടെങ്കിൽ പഠിച്ചോ, അങ്ങനെ ഉള്ളവരുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഈ ഒരായത്തിന്റെ മഹത്വമാണ് പറഞ്ഞു വരുന്നത്. നിങ്ങളെല്ലാവരും നന്മയുള്ളവരാണ് കടന്നു വരുന്നത്. ഞാൻ പറയുന്നു, ഞാനായാലും നിങ്ങളായാലും അങ്ങനെ പറഞ്ഞ അല്ലാഹുവിന്റെ ഖുർആനിൽ അല്ലാഹ് പറയുന്നു, ലഹും അദാബുൻ അലീമുൻ ഫിദ്ദുനിയാ, ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു വേദന കൊടുക്കാതെ വിടൂല. ആഖിറത്തിൽ മാത്രമല്ല, ഇനി എപ്പോഴാണ് ആഖിറം വരാനിരിക്കുന്നത് അവിടെയല്ല, ഇവിടെ വെച്ച് തന്നെ, ഈ ദുനിയാവിന്റെ പുറത്ത് വെച്ച് തന്നെ എങ്ങനാണോ ഞാനായി ഈ ഷമീർ ദാരിമി ഒരാളെ വഷളാക്കാൻ ഒരുങ്ങിയത്, എന്നാൽ അതേ കോലത്തിൽ അല്ലാഹു അവനെ നാണം കെടുത്തുമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ, അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ. എന്തിനാണ് ഈ ഒരു ആയത്ത് അത്ഭുതമാണെന്ന് പറയുന്നത്? എല്ലാ ദിവസവും നേരം വെളുത്താ നിങ്ങൾ ഓതിയാൽ 3 ഗുണങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് തരുന്നുണ്ട്. ഒന്നാമത്തത്, എല്ലാവർക്കും നിങ്ങളോടൊരു സ്നേഹമാ. വയസ്സായവർക്കായാലും കൊച്ചുമക്കൾക്കായാലും കുട്ടികൾക്കായാലും ആ മധ്യവയസ്സർക്കായാലും ഈ ആയത്ത് പതിവാക്കുന്നവനാരാണോ അവരോടൊരു സ്നേഹമാ. രണ്ടാമത്തതോ, ഈ ആയത്ത് ഓതുന്നവനെ ആരെന്ത് പറഞ്ഞാലും, ഈ ആയത്ത് ഓതുന്ന പെണ്ണിനെ ആരെന്ത് പറഞ്ഞാലും അള്ളാന്റെ 70,000 മാലാഖമാര് അവളെ ശപിക്കും, അല്ലെങ്കിൽ അവനെ ശപിച്ചുകൊണ്ടേയിരിക്കും. അതനുസരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മറ്റു ഭാഗത്ത് മാലാഖമാർ ഈ പാരയാണോ പറയപ്പെട്ടത്, അവന്റെ നന്മകൾ അള്ളാഹു ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. അവൻ എത്ര തെറ്റു ചെയ്തവനാണെങ്കിലും, അവൾ എത്ര തെറ്റു ചെയ്തവനാണെങ്കിലും, അള്ളാഹുവേ മൂന്നാമത്തെ ഗുണമേതെന്നറിയോ? ഈ ആയത്ത് പതിവാക്കുന്നവർക്ക് റസൂലുള്ളാഹി തങ്ങൾ കൊടുത്ത ഒരു ഓഫർ ഉണ്ട്. മരിക്കുന്നൊരു സമയമുണ്ടല്ലോ, മക്കളെ കാണാതെ, ഭാര്യയെ കാണാതെ, ഭർത്താവിനെ കാണാതെ, ആരെയും കാണാതെ മലക്കുൽ മൗത്ത് റൂഹ് പിടിക്കാൻ വരുമ്പോ നിന്റെ ഇടത്തും വലത്തുമുള്ള 2 മലക്കങ്ങ് ചാടിയിറങ്ങും. ആ സമയത്ത് വലതുഭാഗത്തുള്ള മലക്ക് പറയും, ഇവനെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടേ, ഇവളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടേ, ആ മകനെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടേ. പക്ഷേ ആ വേദനയൊക്കെ സഹിച്ചിട്ടും അവൻ നിന്റെ ഖുർആനിന്റെ ഈ ആയത്തോതിയവനാണ്. അതുകൊണ്ട് ഇടതുഭാഗത്തിരിക്കുന്ന മലക്കിനോട് പറയാ, റബ്ബിനോട് പറഞ്ഞോ, അത് മുഴുവനും നന്മയാക്കാൻ പറഞ്ഞോ. അത്ഭുതമാണ് ഈ ഒരു സൂറത്തിലെ ഈ ഒരായത്ത്. എല്ലാരും ഓതണം കേട്ടത്, എല്ലാരും ഓതണം. ഞാൻ നാളത്തെ വാദിന്റെ മജ്‌ലിസിൽ ഒരു വിഷയം നോക്കിയപ്പോ കിതാബിൽ ഈ ഒരായത്തും വേറെ ഒരായത്തും കൂടെ പറയുന്നുണ്ട്. വേറൊരു സൂറത്താണ് സൂറത്തുൽ കൗസർ. ഈ രണ്ടിന്റെയും മഹത്വങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് ഇങ്ങനെ മനസ്സുകൊണ്ട് വിചാരിച്ചു, ഞാനൊരു 7-7:30 ആയപ്പോ ഇങ്ങനെ നോക്കിയപ്പോ എനിക്ക് മനസ്സിൽ കണ്ട ഒരായത്താണ്. അപ്പോഴാണ് നമ്മുടെ അഗ്നിമാരോട് അതിനെപ്പറ്റി പോസ്റ്റ് ഉണ്ടാക്കാൻ പറഞ്ഞത്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത്ഭുതമാണ് ഈ ഒരായത്ത്, ഇല്ലേ?
സൂറത്തുൽ കൗസറും അത്ഭുതമാ. മന്ദമാരുതനെത്തി പുണ്യമദീനത്തോപ്പിൽ എന്റെ നൊമ്പരങ്ങൾ ചെന്നു പറഞ്ഞു സ്വർഗത്തോപ്പിൽ. വെണ്ണിലാവായി പാടി നടന്നൊരു സുന്ദരനാളിൽ അജബുകളേറെയും പനിനീരതാല് പുഞ്ചിരി നാളിൽ. മുത്തൊളി മഹബൂബരെ വാക്ക് മുന്തിടുന്നൊരു നല്ല ദിശേക്ക് അമ്പിളി വാനിൽ ഉദിവത്ത് പുഞ്ചിരിച്ചു പൂനബിയൊത്ത് കൂടെയൊന്ന് നടന്നിടുവാനും ആശയതാലേ എന്നും പൂനിലാവിൽ സ്വാതനമായി വന്നതിനാലേ. ഹൗദുൽ കൗസർ കിട്ടാനാ. അല്ലാഹുവേ ഞങ്ങൾക്ക് മുഴുവനും ഹൗദുൽ കൗസർ തരണേ അല്ലാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുന്നത്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ ഒരുപാട് സൂറത്തുകൾ. ആ സൂറത്തുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നുകൊണ്ട് നമ്മൾ മെച്ചപ്പെടുത്തിയാൽ അവിടെ ഒരുപാട് മഹത്വങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകും. ആ പരിശുദ്ധമായ പവിത്രമായ അള്ളാഹുവിന്റെ കലാമ്, പരിശുദ്ധമായ ഖുർആനിലെ ആ ഒരു സൂറത്ത്, അത് അത്ഭുതങ്ങളുടെ ആ ഒരു സൂറത്തിലെ ഒരായത്ത് അത്ഭുതങ്ങളിൽ അത്ഭുതമാണ്. വളരെ മർമ്മപ്രധാനമായ ഒരായത്താണ്. ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീഅൽ ഫാഹിഷ ഫില്ലദീന ആമനൂ ലഹും അദാബുൻ അലീമു ഫിദ്ദുനിയാ വൽ ആഖിറ. വളരെയേറെ അർത്ഥവത്തായ ഒരു സൂറത്തിലെ ഒരായത്താണ്. ഇതിങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഈ കാലഘട്ടത്തിൽ നന്മകൾ ചെയ്യാൻ അല്ലെങ്കിൽ നന്മകളിലേക്കൊന്ന് കടന്നു വരാൻ ആളുകൾ മുന്നോട്ട് വരുന്നില്ല. നന്മകൾ ചെയ്യാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണമെങ്കിലേ നമുക്ക് നന്മകൾ കിട്ടുള്ളൂ. ഇന്നിപ്പോ ഈ കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം നല്ല നല്ല മാപ്പിളപ്പാട്ടുകൾ, പരിശുദ്ധമായ ഉഹദ് പറയുന്ന, അല്ലേ, പരിശുദ്ധമായ ഉഹദ് പറയുന്ന, അതുപോലെ തന്നെ മഹാനായ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹുവിനെ പറ്റി പറയുന്ന ആ പാട്ടുകളൊക്കെ എടുത്തിട്ടുകൊണ്ട് ഈ കാലഘട്ടത്തിന്റെ മക്കൾ കോമാളിത്തരം കാണിക്കാൻ ഇല്ലേ? എത്ര എത്ര നല്ല നല്ല അത്ഭുതങ്ങളായ നല്ല നല്ല പാട്ടുകളാണ്. അംബിയ രാജാവിൻ തിരുമൊഴികളു ലംഘിച്ചാനേ, ഉഹദിൽ അമ്പര നോടിയ മക്കികൾ വിജയം വരിച്ചാനേ, ഹാത്തിം നബിയുടെ കൽപ്പനക്കെതിരായി നീങ്ങിയതാലേ സഹബര് കരഞ്ഞു കരഞ്ഞ് കരള് കുതിർന്ന് കണ്ണീരാലേ. ആ പരിശുദ്ധമായ ഉഹദക്ക് നടന്നിട്ടുള്ള രണാങ്കണത്തിന്റെ ഭാഗത്തേക്ക് നമുക്ക് പോകണം. മഹാനായ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹുവിന്റെ ചാരത്ത് ചെന്നുകൊണ്ട് ദുആരക്കണം. മനസ്സ് പൊട്ടിയിട്ട് വേദനയോടെ ദുആരക്കണം. അല്ലാഹു നമുക്കതിന് തൗഫീഖ് തരട്ടെ. അല്ലാഹു നമുക്കതിന് സന്തോഷം തരട്ടെ. അല്ലാഹു നമുക്കൊക്കെ നിഅമത്തുകൾ തരട്ടെ. ഞാനൊന്ന് ഓർമ്മപ്പെടുത്തിയെന്നേ ഉള്ളൂ. അത്ഭുതങ്ങളുടെ കലവറകളായ പല പല മാപ്പിളപ്പാട്ടുമിട്ടുകൊണ്ട് ഇന്നത്തെ മക്കൾ കോമാളിത്തരങ്ങൾ കളിച്ചുകൊണ്ട് വരികയാണ്. എല്ലാവരും നല്ല ബഹുമാനത്തോടെ കണ്ടിരുന്ന ഒരു പാട്ടാണ്. ചിന്തിച്ചു നോക്കിക്കേ. ഇന്നിപ്പോ വാട്സപ്പും യൂട്യൂബൊക്കെ ഇന്നിപ്പോ റീൽസൊക്കെ തുറന്ന ഒറ്റപ്പാട്ടുകൾ. ഏതാണ് ആ പാട്ടെന്നറിയുമോ? ഇന്നത്തെ മക്കള് കോമാളിത്തരം നടത്തുന്ന പാട്ട്. പടച്ചവനെ, ഈമാനിന്റെ മാധുര്യം നിറച്ചിരുന്നൊരു പാട്ടായിരുന്നല്ലോ അത്. വമ്പുറ്റ ഹംസറലി അല്ലാ ചാടി തമ്പിയ സുവാതിലുമാറടാ, വള്ളൽ നബി മഹ്മൂദർ ഹൗലീന്നു വെള്ളം കുടിക്കുന്നോനാരടാ. ഈ ഒരു പാട്ട് വല്ലാതെ ഈമാനിന്റെ മാധുര്യമുള്ള ഒരു പാട്ടാണ്. ഇന്നത്തെ കുറെ ആളുകൾ ഈ പാട്ടെടുത്തിട്ട് ഇങ്ങനെ കയ്യും പൊക്കിയിട്ട് അമ്പുറ്റംസ ചാടട, എന്നിട്ട് ഇങ്ങോട്ട് രണ്ടാട്ടം അങ്ങോട്ട് രണ്ടാട്ടം ഇല്ലേ? പരിശുദ്ധരായ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹുവിന്റെ പേര് മോലെടുത്തിട്ടുകൊണ്ട് ആഭാസനം നടത്തുന്ന ആളുകളോട് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ: നിർത്തണമത്.
പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ മംഗളഭാവത്തിലൂടെ കടന്നു വരുമ്പോൾ എടുത്തു പറയപ്പെട്ട പേരാണ് ഹംസത്തുൽ ഖറാർ. ആ മഹാനുഭാവനെ ആക്ഷേപിക്കാൻ പാടില്ലല്ലോ, അല്ലേ? അതുകൊണ്ട് നന്മയിലൂടെ കടന്നു വരണം. ഞാനിത് പറഞ്ഞു വരാനുള്ള കാരണം, ഇന്ന് എന്തൊക്കെ നന്മകൾ പറഞ്ഞാലും നമ്മുടെ ചെവിയിലേക്കൊന്ന് കടന്നു വരുന്നില്ല, നമ്മളിലേക്കൊന്ന് കയറുന്നില്ല. ഈ തൊട്ടടുത്ത് നമ്മള് ആദ്യം ഞാൻ പാട്ട് പാടിയല്ലോ, ബഹുമാനപ്പെട്ട ഹംസാർ. പിന്നെ ഈ ഉഹദിന്റെ രണാങ്കണം തന്നെ ഇതേ ഹംസാർ റളിയല്ലാഹു അൻഹുവിന്റെ വേദന കൊണ്ടു പുളഞ്ഞു മറിഞ്ഞ വേദജ്ഞാനി അടിവേര് മുറിഞ്ഞൊരു വൃക്ഷം പോലെ മറിന്താനേ. ഇന്തപ്പോൾ ഒരു കത്തിയെടുത്തു നെഞ്ചിൽ കേറി ഇരുന്നു ഈറ്റപ്പുലിയുടെ നെഞ്ചും കുടലും കുത്തിക്കീറി. കരളുയെടുത്തു കടിച്ചു പറിച്ച് തുപ്പിത്തള്ളി കൂടലുമാലയെടുത്തു കഴുത്തിലണിഞ്ഞ് നൃത്തം തുള്ളി. ആ ഹംസത്തുൽ ഖറാർ കിടക്കുന്ന ഉഹദിലേക്ക് നമുക്ക് പോകണം. അല്ലാഹുവേ, അവിടെ എത്താനും അവിടെ പോയി ദുആരക്കാനും ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകണേ അല്ലാ. ഈമാനിന്റെ മാധുര്യം ഞങ്ങളുടെ ഹൃദയാന്തരങ്ങളിൽ ചൊരിഞ്ഞു നൽകണേ അല്ലാ. ഈ പാട്ടിട്ടുകൊണ്ട് ഒരാഭാസരമുണ്ടാക്കിയത് ഈ തൊട്ടടുത്ത് കൊണ്ടുപോയി. ഇസ്ലാമിന്റെ ഷിആറുകൾ മുഴുവനും വലിച്ചെടുക്കാൻ. എന്നാ മുസ്ലിമായ നിങ്ങളോട്, അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരായ, അള്ളാന്റെ ഖുർആനിൽ വിശ്വസിക്കുന്നവരായ നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒന്നേ ഉള്ളൂ. അതെന്തെന്നറിയുമോ? അള്ളാഹുവിന്റെ കലാമും അതുപോലെ ഹബീബിന്റെ ഹദീസുകളും അള്ളാഹുവിന്റെ ഏതൊക്കെ വാക്കുകളാണോ നിങ്ങളിലേക്ക് വന്നിട്ടുള്ളത് അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിലൂടെ കൊണ്ടുവരിക. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുന്നത്, ഇങ്ങനെയുള്ള ആയത്തുകളൊക്കെ നമ്മൾ കൊണ്ടുവരണം ജീവിതത്തിൽ, അതിനുപയോഗപ്പെടുത്തണം. നമുക്ക് വലിയ മാറ്റം ഉണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് തരട്ടെ. അല്ലാഹു നിത്യമായി ഇത് എപ്പോൾ ഞാന് വരുന്നവർ, പടച്ചോനെ അല്ലാഹുവേ നീ അവരെയൊക്കെ രക്ഷപ്പെടുത്തണേ പടച്ചോനെ. എല്ലാ ദിവസവും വരുന്നവരുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നോക്കാറുണ്ട്, ഞാൻ എല്ലാവരുടെയും കമന്റുകളൊക്കെ നോക്കാറുണ്ട്. അള്ളാഹു നമ്മുടെയൊക്കെ ആഗ്രഹങ്ങൾ അള്ളാഹു തആല സഫലീകരിച്ചു തരട്ടെ. നിങ്ങളൊക്കെ ദുആരക്കണേ. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെയൊക്കെ ദുആയിലാണ് നമ്മുടെയൊക്കെ വിജയങ്ങൾ ഉള്ളത്. നിങ്ങളൊക്കെ മനസ്സറിഞ്ഞുകൊണ്ടുള്ള ഓരോ സഹോദരങ്ങളുടെയും ഇബാദത്തുകളിൽ, നിസ്കാരങ്ങളിലുള്ള ആ ദുആ, അതാണ് ഏറ്റവും നല്ല ഖൈർ. അള്ളാഹു നമുക്ക് സന്തോഷം നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഈ മജ്ലിസിൽ ഇരിക്കുന്ന ഓരോരുത്തരും ഒന്ന് ചൊല്ലുമോ? ജദ്ദിദു ഈമാനക്കും വനബ്ബിറു ഖുലൂബക്കും വസയ്യിനു അൽസിനതക്കും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു ഈ പരിശുദ്ധമായ ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുന്നവർ അല്ലാഹ് ദുനിയാവിന്റെ പുറത്ത് ജീവിച്ചിരിക്കുന്ന സമയത്ത് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ ലോകത്തുനിന്ന് വിട പറയുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കെ ചൊല്ലി വിട പറയാൻ നീ തൗഫീഖ് പ്രദാനം ചെയ്യണേ അല്ലാഹ്. തൗഫീഖ് പ്രദാനം ചെയ്യണേ അല്ലാഹ്. സന്തോഷം നിറച്ചു കൊടുക്കണേ റബ്ബേ. സ്വർഗത്തിന്റെ ആനുകൂല്യങ്ങളെല്ലാം നീ നിറയ്ക്കണേ അല്ലാഹ്. ചൊല്ല് മടിക്കണ്ട. ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്
لا إله إلا الله أستغفر الله العظيم أستغفر الله العظيم جل الله أستغفر الله العظيم 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 الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل وسلم على رسولك سيدنا وحبيبنا ومولانا محمد اللهم أنت ولينا في الدنيا والآخرة توفنا مسلمين والحقنا بالصالحين അല്ലാഹുവേ കരുണക്കടലായ തമ്പുരാനെ കാരുണ്യവാനായ അല്ലാഹ് മാലിക്കുൽ മുലൂക്കായ അല്ലാഹ് ഞങ്ങളുടെ മജ്ലിസിൽ മുടങ്ങാതെ വരുന്നവരുണ്ട് നീ അവരെ സ്വീകരിക്കണേ അല്ലാഹ് നീ അവരെ സന്തോഷിക്കണേ അല്ലാഹ് പടച്ചവനെ പരിശുദ്ധമായ ദീനിന് വേണ്ടി ഒരുപാട് സഹോദരങ്ങൾ സഹായിച്ചവരുണ്ട് സഹകരിച്ചവരുണ്ട് അവരെ എല്ലാവരെയും നീ സ്വീകരിക്കണേ അല്ലാഹ് കബൂലാക്കണേ അല്ലാഹ് സന്തോഷത്തിലാക്കണേ അല്ലാഹ് അല്ലാഹുവേ കരുണക്കടലായ അല്ലാഹ് മരിക്കുന്നത് വരെ ഒരാളെയും കുറ്റം പറയുന്ന മരിക്കുന്നത് വരെയും ഒരാളെയും ആക്ഷേപിക്കുന്ന ഒരവസ്ഥ ഞങ്ങളിൽ ഒരാൾക്കും തരല്ലേ അല്ലാഹ് എപ്പം മരിച്ചാലും ആഖിബത്ത് നന്നാക്കി ഞങ്ങളെ മരിപ്പിക്കണേ അല്ലാഹ് പടച്ചവനെ ഇബ്ലീസിന്റെ ശൈത്താനിന്റെ ഷർറുകളെ തൊട്ട് സിഹർ ചെയ്യുന്നവരുടെ സിഹറിനെ തൊട്ട് കണ്ണേറുകൾ വിടുന്നവരുടെ കണ്ണേറിനെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ സഹോദരങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും എല്ലാവരെയും നീ കാക്കണേ അല്ലാഹ് എല്ലാവരെയും നീ കാക്കണേ അല്ലാഹ് പടച്ചോനെ കരുണക്കടലായ അല്ലാഹ് പരിശുദ്ധമായ ദീനിന് വേണ്ടിയിട്ട് സഹായിച്ചവരുണ്ട് സഹകരിക്കുന്നവരുണ്ട് പാവങ്ങളെ സഹായിക്കുന്നവരുണ്ട് ക്യാൻസർ എന്ന് പറയുന്ന മഹാമാരി പിടിപെട്ടിട്ട് അവർക്ക് വേണ്ടി ഡയാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നവരുണ്ട് അല്ലാഹുവേ ഞങ്ങളുടെ ഈ കൂട്ടത്തിലും അങ്ങനെ ഉള്ളവരുണ്ട് റബ്ബേ നീ സ്വീകരിക്കണേ റഹ്മാനെ അവരുടെയൊക്കെ സ്വതക്കകളെ കബൂലാക്കണേ അല്ലാഹ് എത്രയും പെട്ടെന്ന് പരിശുദ്ധമായ മദീനയിൽ എത്താൻ തൗഫീഖ് തരണേ അല്ലാഹ് പടച്ചവനെ മനസ്സറിഞ്ഞുകൊണ്ട് നല്ലതുപോലെ സഹായിക്കുന്നവര് നല്ലതുപോലെ സഹകരിക്കുന്നവര് അല്ലാഹ് അങ്ങനെ ഉള്ളവർ ഞങ്ങളുടെ ഈ കൂട്ടത്തിലുണ്ടല്ലോ റബ്ബേ അല്ലാഹുവേ അവരുടെയൊക്കെ ജീവിതത്തിലും ബിസിനസ്സിലും കച്ചവടത്തിലും എല്ലാത്തിലും ബറക്കത്ത് പ്രദാനം ചെയ്യണേ അല്ലാഹ് വിട പറഞ്ഞു പോയ പ്രിയപ്പെട്ട ഉമ്മമാരുണ്ട് ഉപ്പമാരുണ്ട് സഹോദരങ്ങളുണ്ട് ബന്ധുമിത്രാദികളുണ്ട് പടച്ചോനെ അവരുടെ എല്ലാവരുടെയും ഖബറിടങ്ങളെ സ്വർഗത്തിന്റെ വീടാക്കണേ അല്ലാഹ് اللهم ربنا لا تردن أيدينا خائبين بسبب ذنوبنا يا رب العالمين آمين برحمتك يا أرحم الراحمين